നമ്മൾ പോകുമ്പോൾ ആലപ്പുഴയിലെ കലവൂരിലെ വയോധികയുടെ കൊലപാതകം നടന്നത് 7-ന് വൈകിട്ട് 6 മണിയോടെ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. സുഹൃത്തായ അജയനെ അടിയന്തരമായി കുഴിയെടുക്കാനായി മാത്യു വിളിച്ചു വരുത്തുകയായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാലിന്യം മൂടാനാണ് കുഴി എന്ന് പറഞ്ഞു. മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിൽ മാത്യുവും ഷർമിളയും കുഴിയെടുക്കുന്ന സമയത്ത് അരികിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് പോലീസിന് വിവരം. കൊലപാതക ശേഷം ഉടൻ തന്നെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അജയന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. അതേസമയം കേസിലെ പ്രതികൾ ഒളിവിലാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഏത് സമയത്താണ് കൊന്നത് എന്നത് അല്ലെങ്കിൽ കൊലപാതകം നടന്നത്, ഒപ്പം ഏത് രീതിയിലായിരുന്നു ആസൂത്രണം എന്നതൊക്കെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായിട്ടും ഈ 4-നാണ് ഈ കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയെ കാണാതാകുന്നത്. അങ്ങനൊരു പരാതി കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ സുഭദ്രയുടെ മക്കൾ നൽകുന്നത് 4-നാണ്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ 6-ന് കേസെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൊലപാതകം നടന്നത് 7-നാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷമായിരിക്കും ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ള കണക്കുകൂട്ടലാണ്. 4-ാം തീയതി വൈകിട്ട് വരെ 4-ാം തീയതി 6-ാം തീയതിയാണ് കേസ് എടുക്കുന്നത്. 4-ന് വരെ ഫോണിൽ സുഭദ്ര ബന്ധുക്കളെ വിളിച്ചിരുന്നു എന്നുള്ള വിവരം പോലീസ് പറയുന്നുണ്ട്. അതിനുശേഷം ആണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി വരികയും 6-ാം തീയതിയോടുകൂടി മിസ്സിംഗ് ആണെന്നുള്ള വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് 7-ന് രാത്രി 6 മണിക്ക് ശേഷം, വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മേസ്തിരി പണി ചെയ്യുന്ന അജയനെ, അതായത് മാത്യുവിന്റെ സുഹൃത്തു കൂടിയായ അജയനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അടിയന്തരമായി വീട്ടിലെത്തണം, ശുചിമുറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് എത്തേണ്ടതെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഇവർ അജയനോട് പറയുന്നത് ശുചിമുറിയുടെ തൊട്ടടുത്ത്, അതായത് നമ്മൾ മൃതദേഹം കണ്ടെടുത്ത ആ സ്ഥലത്ത് അവിടെ ഒരു കുഴി എടുക്കണം. നാളെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എത്തും, അവർക്ക് മാലിന്യം മൂടുന്നതിന് വേണ്ടിയാണ് ഈ കുഴി എടുക്കേണ്ടതെന്ന് പറഞ്ഞ അളവ് സഹിതം കാണിച്ചു കൊടുത്ത് കുഴി എടുപ്പിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് തൊട്ടടുത്ത് അരികിലുണ്ടായിരുന്ന മാത്യുവും ഷർമിളയും അമിതമായി മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിലായിരുന്നു എന്ന് അജയൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ തൊട്ട അയൽവാസിയായ വ്യക്തിയും ഈ കുഴി എടുക്കുന്നത് കണ്ടതായും ഇവർ രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ള മൊഴി അവരും പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സമയം കൊലപാതകം ഒരുപക്ഷെ നടന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത മണിക്കൂറുകൾ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ്. 7-ന് രാത്രി തന്നെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് മൃതദേഹം ജീർണാവസ്ഥയിലല്ല, അതായത് വളരെ പെട്ടെന്ന് കൊലപാതകം നടത്തിയതിനു ശേഷം മൃതദേഹം മൂടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായത്. ശരീരത്തിന്റെ ഘടന അടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു ജീർണാവസ്ഥയിലേക്ക് പോയതിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയത് വളരെ വേഗത്തിൽ കൊലപാതകം നടന്നത് ഉടൻ തന്നെ മണ്ണിനടിയിലേക്ക് മൃതദേഹം മൂടപ്പെട്ടു എന്നുള്ളതാണ്. അതിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. കാരണം 7-ന് രാത്രി തന്നെ, അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഉടൻ തന്നെ ആ കുഴി അടക്കം തയ്യാറെടുപ്പോടെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉടൻ തന്നെ ഈ കുഴി മൂടപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പോലീസ് സംശയിക്കുന്നത് ഈ പിറ്റേ ദിവസവും അജയനെ അവിടെ ജോലിക്കായി ആ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അന്ന് പറയുന്നത് ശുചിമുറി നിർമ്മാണത്തിന്, അതായത് ഈ മൃതദേഹം കുഴിച്ചെടുത്ത വീടിന്റെ, കോട്ടശ്ശേരിയിലെ വീടിന്റെ മൃതദേഹം കുഴിച്ചെടുത്ത ഭാഗത്തിന് തൊട്ടരികിലായി തന്നെ ഒരു കുഴിയുണ്ട്, ശുചിമുറിയുണ്ട്. ആ ശുചിമുറിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ പിറ്റേ ദിവസം എത്തി മാലിന്യം മൂടാനാണ് എന്ന് പറഞ്ഞ കുഴി എന്തുകൊണ്ട് രാവിലെ എത്തിയപ്പോൾ മൂടപ്പെട്ടു എന്നതിൽ തനിക്കൊരു സംശയവും തോന്നിയില്ല എന്നുള്ള മൊഴിയാണ് അജയൻ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന, വീടിനകത്തുണ്ടായിരുന്ന ഒരു പഴയ കട്ടിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിന്റെ പ്ലൈവുഡ് നീക്കം ചെയ്ത് ആ പ്ലൈവുഡ് ഈ കുഴിയുടെ മുകളിൽ ഇട്ടാണ് ഇവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. അതായത് ആ ഭാഗം മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം നടന്നു. അതിന് മുകളിലാണ് പിന്നീട് സിമന്റ് കുഴയ്ക്കുകയും മണ്ണെടുത്ത് വെട്ടിയിടുകയും ഒക്കെ ചെയ്തത്. പക്ഷെ ഈ കുഴി എടുത്ത മണ്ണ് എങ്ങോട്ട്, അതായത് മാലിന്യം മൂടിക്കഴിഞ്ഞാൽ മണ്ണ് അവശേഷിക്കേണ്ടതാണ്.
ആ മണ്ണ് അല്ല ഇവർ നിർമ്മാണത്തിനായി എടുത്തത്, മറിച്ച് അവിടെ മണ്ണുണ്ടായിരുന്നില്ല. മാത്രമല്ല തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് മറ്റൊരു കുഴി എടുത്തിട്ടാണ് ആ മണ്ണ് ഉപയോഗിച്ചാണ് സിമന്റ് കുഴയ്ക്കും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതായത് ആ ഭാഗം മൂടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കവും ആ ഭാഗം മറച്ചു വെക്കുന്നതിനുള്ള രീതിയിലുള്ള നീക്കവും നടന്നിട്ടുണ്ട്. അന്വേഷണ സംഘം അവിടെ എത്തിയാണ് ഈ ഫ്ലൈവുഡ് നീക്കം ചെയ്താണ് കുഴിയുടെ ഭാഗം പരിശോധിച്ചത്. അതുകൊണ്ട് തന്നെ അജയന്റെ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല. കരുതിക്കൂട്ടിയുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായുള്ള കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്. അതിക്രൂരമായി നടന്ന ഒരു കൊലപാതകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആസൂത്രണം ഇതിനകത്തുണ്ടായിരുന്നു. ഈ കവർച്ചയ്ക്ക് വേണ്ടി, അതായത് സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിന് വേണ്ടി കവർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു നീക്കം അതിനകത്തുണ്ടായിരുന്നു. ആ കവർച്ചയുടെ ഭാഗമായി തന്നെയാണ് ഈ കൊലപാതകം ഉണ്ടായിട്ടുള്ളതും. അതൊരു പദ്ധതിയുടെ ഭാഗമായാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. ചോദ്യം ചെയ്യുന്നതിനിടയിൽ ശാരീരിക അസ്വസ്ഥ്യമുണ്ടായ അജയൻ നെഞ്ചുവേദനയെ തുടർന്ന് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതുകൊണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ചികിത്സയിലാണ്. പക്ഷേ അജയനെ വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. അജയന്റെ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. തീർച്ചയായും ഈ കേസിൽ അജയന്റെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ അജയൻ അറിയാതെ തന്നെയാണോ ഈ കുഴിയെടുക്കാൻ വന്നതെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംഘത്തിന് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതികൾക്കായുള്ള തെരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. ഉടുപ്പി കേന്ദ്രീകരിച്ച